ഞാൻ വീട്ടിലേക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. വോയിസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ റീൽസ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. ഈ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി ഫോണിട്ട് ഇത് ഓണാക്കുന്നില്ല. പൊട്ടിയ പഴയ ഫോണാണ്. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് മോളെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഹലോ എന്നൊക്കെ പറയുന്നതാ. വെറുതെ ഒരു പയ്യെ പൊട്ടിയ ഫോൺ എടുക്കാൻ വെച്ച് ഈ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വേറെ ഫോണിലിട്ട് ആ വീഡിയോ അപ്പോൾ ആ വീഡിയോ മറ്റേ ഫോണിലേക്കല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന എവിടെ വെച്ചിട്ടാണെന്നാണ് കുറേ ആൾ ചോദിക്കും. അപ്പോൾ അവർക്ക് പറയാം. ഇതാണ് ഈ സ്റ്റാൻഡ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ വലിയൊരു ലൈറ്റ് എത്തില്ലേ, അത് ഭയങ്കര പൈസയായതുകൊണ്ട് അത് വാങ്ങത്തില്ല. പക്ഷെ എന്നെ സബ്സ്ക്രൈബ് കൂടി മില്യനായി ഞാൻ അത് വാങ്ങിപ്പിക്കും. എൻ്റെ ഉപ്പാനോട് ഞാൻ വാങ്ങിപ്പിക്കും. ഞാൻ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കും. അപ്പോൾ എനിക്കിത് വാങ്ങിച്ചു തന്നു. എൻ്റെ ഉപ്പ പറഞ്ഞ് തൽക്കാലം ഇത് എടുത്തോന്ന്, കാരണം വെറുതെ രസത്തിനല്ലേ, തൽക്കാലം ഇതെടുക്കുക. ഇനി മില്യനെല്ലാം ആയാലും നിൻ്റെ സബ്സ്ക്രൈബ് മില്യനെല്ലാം ആയാലും ഞാൻ നിനക്ക് വലിയത് വാങ്ങിത്തരും എന്നോട് പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഇത് വാങ്ങി. ഇവിടെ ഇങ്ങനെ ഫോൺ വെക്കാൻ ഞാൻ കാണിച്ചു തരാം. ചെറിയ ഫോണായിട്ട് വെക്കാൻ പറ്റുന്നില്ല, പറ്റും. പക്ഷെ നമ്മൾ ബാക്കിൽ ഫിംഗർ ഇങ്ങനത്തെ ഇതുണ്ടാവില്ല, ബാക്കിൽ ഇങ്ങനത്തെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റൂല. ഇങ്ങനെ ഫിംഗറില്ല ഇങ്ങനെ വെച്ച് നടക്കുന്ന വീണ കാണിക്കാൻ അത് വെച്ചാലും ഇതാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിരിക്കും നമുക്കിങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വെക്കാൻ വീഴത്തൊന്നുമില്ല. അപ്പം ഞാൻ വെച്ച് കാണിച്ചു തരാം. ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മറ്റേ ട്യൂഷൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നില്ല, അതേപോലെയാണ് അത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ്. ഇത് വീഴാൻ സാധ്യതയുണ്ട്, കാരണം ചെറിയ ഫോണാണ്. എൻ്റെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ എൻ്റെ സ്വന്തം ഫോണാണ്. പിന്നെ എൻ്റെ ഉപ്പ പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഉപ്പാൻ്റെ ഫോൺ ഉമ്മാക്ക് കൊടുത്ത് ഉമ്മാൻ്റെ ഫോൺ എനിക്ക് തന്നു. ആ ഫോണിലാണ്. അപ്പോൾ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം അടുത്ത് കുറച്ച് ദിവസം എൻ്റെ യൂട്യൂബ് ചാനൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്സ് ഒന്നും ഇടാഞ്ഞത് അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. നിങ്ങൾക്ക് ക്യാമറ കാണാവോ? കാണല്ലേ? ഹൈ, ഇതാണ് എൻ്റെ ഫോണ്. വെറുതെ അങ്ങനെ ഇത് സ്റ്റാൻഡ്. ഈ ഫോൺ ഇതാക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പൊട്ടിച്ച് വെറുതെ ഇതാക്കണം. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ട്, കാരണം ഇങ്ങനെ ഈ കുപ്പായ മാത്രം ഇട്ട് ഷൂട്ടിങ്ങേ ചെയ്യാൻ പാടില്ലല്ലേ. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു ഷോർട്സിന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷെ എങ്ങനെയായാലും പ്രശ്നമില്ല. പക്ഷെ എന്തായാലും ഇടുമ്പോൾ ഒരേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ല, ഇങ്ങനെ മോഡലാക്കണേ. എനിക്ക് ഇത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അടിയിൽ ഈ കുപ്പായ അത് എനിക്കിങ്ങനെ ആക്കാം. ഇങ്ങനെ ഫോട്ടോ എടുക്കാം അല്ല എൻ്റെ. അപ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ആക്കാം അല്ലേ, ഇങ്ങനെ ആക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ മുസ്ലിംസ് ആയിട്ട് അങ്ങനെ ഇടാം. പക്ഷെ ഞാൻ കാണിച്ചതാണ്. അപ്പം ഞാൻ കുറച്ച് കുടുക്ക് ഇടുന്നുള്ളൂ, കാരണം അങ്ങനെ കുടുക്ക് വേണ്ട. കുടുക്ക് ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ വീഡിയോ എടുക്കുന്നില്ല, കുറച്ച് കുടുക്ക് കഴിക്കണം. ഡ്രസ്സ് ഇട്ടില്ല, അത് പ്രശ്നമില്ലല്ലേ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കുറേ ആൾ എൻ്റെ വീഡിയോ ഉണ്ടല്ല, ഫുൾ ഷോർട്സ് ആണ്. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ ആണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്താൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ നിൽക്കുക. എന്നിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഇതാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ ആക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ചിങ്ങനെ ആയിട്ട് ഒരു ഷർട്ടിലായിട്ട് ഇങ്ങനെ ഇതാക്കി. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതാണ്, ഈ ഡ്രസ്സ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ബനിയനെ ഇടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇട്ട് എടുക്കാൻ പറ്റിയല്ല കേട്ടോ. ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. നമ്മൾ സ്കൂളിൽ യൂണിഫോം എല്ലാം ഇടുന്നില്ല. പക്ഷെ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സിടാം. എനിക്ക് തോന്നുന്നു ബർത്ത്ഡേക്ക് ഈ ഡ്രസ്സ് ഇടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഓണത്തിനോ ഇങ്ങനത്തെ ഡ്രസ്സിടാം. ഇങ്ങനെ കുടുക്ക കഴിക്കുന്ന ഇഷ്ടം. പക്ഷേ നമ്മൾ സ്കൂളിലൊന്നും ഇങ്ങനെ നമ്മൾ ബർത്ത്ഡേക്കൊന്നും ഇങ്ങനെ കുടുക്ക കഴിച്ചിടാൻ പാടില്ല.
അങ്ങനെ വിടത്തില്ല. പക്ഷെ ഒരു കൊടുക്കുക ഇങ്ങനെ ഇതാക്കാം. പക്ഷെ ഇവിടം വരെ ഒന്നും ഇടാൻ പറ്റും. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട നമുക്ക് നല്ല ഷൂട്ടിങ്ങല്ലോ. ടിക്കെടുക്കാം. ഫിലിം ആൽബിലേക്കുന്നുണ്ട്. ക്യാമറ സെറ്റാക്കിയിട്ട് സ്റ്റാർട്ട്. ഇതാ ഡ്രസ്സൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുറച്ചിങ്ങനെ ആക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം കാലിങ്ങനെ ഇങ്ങനെ എനിക്ക് വേറെ ഇരിക്കാൻ അവിടെ ഉണ്ട് കഥാൽ. പക്ഷെ വെറുതെ നിൽക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യില്ല. ഡി നമുക്ക് ഇതിനു മുകളിൽ ഇംഗ്ലീഷ് സംസാരിച്ചാലോ? ടൈമായിട്ടാ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓണാക്കിയിട്ടില്ല, വെറുതെ ഇതാക്കണേ. നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചാലോ? ഓക്കെ ഓക്കെ. മതി മതി. വെറുതെ ഇംഗ്ലീഷ് അറിയാണ്ട് പൊട്ടത്തിനൊന്നും വിളിച്ച് പറയാണ്ട് മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ മതി കേട്ടോ. മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ മതി. ഈച്ചോണ്ട് നിറഞ്ഞിട്ട് കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പം ഇത്രയും വീഡിയോ ഉള്ളു കേട്ടോ. അധികം വീഡിയോ ഒന്നും എടുക്കില്ല. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ വെറുതെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.